കേവലം ചെയ്തു പോയ അപരാധങ്ങളും മുഴുവനും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു തആല പൊറുക്കപ്പെടുന്ന മാസവുമാണ് പരിശുദ്ധമായ മുഹറം മാസമെന്ന് ഔഖമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മുഹറം മാസത്തെ നമ്മൾ നിസാരവൽക്കരിക്കാൻ പാടില്ല. ഉമ്മ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ലോകകപ്പൊക്കെ നടക്കുകയാണ്. ആ ലോകകപ്പിന്റെ ഇടയിൽ പരിശുദ്ധമായ മുഹറം മാസത്തിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവരും ലോകകപ്പ് കാണാനുള്ള ധൃതിയിലായിരിക്കും. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാ. അത് കണ്ടോ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. പരിശുദ്ധമായ മുഹറം മാസം, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ മാസത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കളയാൻ പാടില്ല. പരിശുദ്ധമായ മഗ്‌രിബിന്റെ സമയം കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള സമയം മഗ്‌രിബിന്റെ സമയമാണ്. മഗ്‌രിബിന് ശേഷമുള്ള സമയമാണ്. ദുആയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്. സുബഹിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് തഹജ്ജുദിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയങ്ങളിൽ മുഴുവനും അല്ലാഹുവിനെ ഓർത്ത് സ്മരിച്ചുകൊണ്ട് ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് നമ്മൾ കരയാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല നബിയേ, അറിയിച്ചു തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഔഖമാ ഖാല റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തെ നിസാരവൽക്കരിച്ച് കാണാനുള്ള മാസമല്ല. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. മറ്റുള്ള മാസത്തേക്കാൾ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓ സ്വഹാബ, പരിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മാസം അത് പരിശുദ്ധമായ മുഹറം മാസമാണ്. നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് പരിശുദ്ധമായ മുഹറം മാസമാണ്. ആ മുഹറം മാസത്തെ മുസ്ലിം ഉമ്മ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ആ മുഹറം മാസത്തെ വെറുതെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല. എന്തെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടേ ഈ മുഹറം മാസം അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകാവൂ. പരിശുദ്ധമായ റമളാൻ മാസത്തെ നമ്മൾ സലാം പറഞ്ഞയച്ചതുപോലെ പരിശുദ്ധമായ മുഹറം മാസത്തെയും അയക്കണേ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധമായ ഇസ്ലാമില് റമളാൻ മാസമില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധമായ മുഹറം മാസം 30 അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുക്കാൻ പറഞ്ഞേനെ. ഫർളായ നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ അത് മുഹറം മാസത്തിലാക്കിയേനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അവർക്ക് തൗഫീഖ് നൽകട്ടെ.